എന്തായാലും ഇസങ്ങളെ ചൊല്ലിയാണ് ആദ്യ തർക്കം. സതീഷിസം എന്നൊരു ഇസം ഇല്ല എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല. നിലമ്പൂരിൽ വിജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന് എന്നൊരു വ്യാഖ്യാനമില്ല. തെരഞ്ഞെടുപ്പ് വിജയം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പിന്തുണ നൽകിയത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അംഗീകരിക്കുന്നു എന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് സതീശനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു, ആ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ എന്തായാലും ചെന്നിത്തല തയ്യാറാവുന്നില്ല. ലീഗ് താഴെത്തട്ടിൽ ഇതുപോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല മാതൃഭൂമി ന്യൂസിന്റെ അമൽ തേനംബർമനോട് പറഞ്ഞു. അത് കേൾക്കാം ആദ്യം. ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിലയിരുത്തലുമൊക്കെ പങ്കുവയ്ക്കാനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലമ്പൂർ കൂടി കഴിഞ്ഞു പോവുകയാണ്, എന്താണ് ലാസ്റ്റ് പ്രതീക്ഷ? ഞാൻ കഴിഞ്ഞ 30-ാം തീയതി മുതൽ ഏകദേശം 2 ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. ക്രമാനുഗതമായിട്ടാണ് UDF-ൻ്റെ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്. പറഞ്ഞ റോഡ് ഷോയിലൊക്കെ വലിയ ആൾക്കൂട്ടമായിരുന്നു. അതെ, അദ്ദേഹം പിടിക്കുന്ന വോട്ട് UDF-ൻ്റെ വോട്ടല്ല പിടിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുന്ന വോട്ട് LDF-ൻ്റെയാണ്. LDF-ൻ്റെ 10 വർഷം MLA അല്ല. അപ്പോൾ അവരോടാണ് അദ്ദേഹത്തിന് ബന്ധം. അപ്പം CPM-ൻ്റെ വോട്ടുകളും CPM അനുഭാവികളുടെ വോട്ടുകളുമായിരിക്കും കൂടുതൽ അൻവറിന് കിട്ടാൻ. അൻവറിന് പരമാവധി എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ? ഒരു ഏകദേശം അത് വിലയിരുത്താറായിട്ടില്ല. എന്നാലും ഈ പറയുന്നത്ര വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എം സ്വരാജിനേക്കാളും നല്ലൊരു സ്ഥാനാർത്ഥിയെ CPM-നോട് കിട്ടുമായിരുന്നു. അല്ല, അദ്ദേഹത്തിന് നിർത്താൻ പറ്റിയ നല്ല സ്ഥാനാർത്ഥികളുള്ള ഒരാളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം LDF ജയിച്ചപ്പോഴൊക്കെ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള ആളുകളെ നിർത്തിയിട്ടാണ് ജയിക്കാറുള്ളത്. എൻ്റെ അർത്ഥം പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും മറ്റു പാർട്ടികളുടെയും വോട്ടുകൾ കിട്ടിയിട്ടാണ് അവർ ജയിക്കാറുള്ളത്. ഇത്തവണ അത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് ഒറ്റ കിട്ടും, UDF-ഉം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രമേശ്. കാരണം നിലമ്പൂരിൽ വന്നിട്ടിപ്പം നമ്മൾ കുറച്ചധികം ദിവസം ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ആര്യാടൻ മത്സരിച്ച സമയത്ത് പോലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊന്നും ലീഗ് ഇതുപോലെ കളത്തിലിറങ്ങി കളിച്ചൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരടക്കം പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും. പലപ്പോഴും ആര്യാടനും നിങ്ങൾക്കറിയാം, ലീഗുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ നിലമ്പൂരെന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്നോക്കം പോകാൻ സാധ്യമല്ല എന്ന വിചാരവും ലീഗ് പ്രവർത്തകരിലും നേതാക്കന്മാരിലും ശക്തമാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ ലീഗ് നിന്ന് പ്രവർത്തിക്കുന്നു എന്നത് ആവേശകരമാണ്. രമേശ്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങളാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഒരുപാട് വികസന വിഷയങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ജനകീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ജമാഅത്ത് ഇസ്ലാമി വിഷയം അല്ലെങ്കിൽ അൻവറിൻ്റെ പിന്നാലെയുള്ള വിഷയം, അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ചർച്ച വഴിമാറിപ്പോയില്ലേ പലപ്പോഴും? അല്ല, അത് കുറേ ശരിയാണ്. കാരണം തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും വിവാദങ്ങൾക്കാണല്ലോ പ്രസക്തി കൂടുതൽ. പക്ഷേ കേരളത്തിലെ 10 വർഷത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളിവിടെ ഇല്ലേ? വിലക്കയറ്റം, എല്ലാത്തിനും തീ പിടിച്ച വിലയല്ലേ? സാധനങ്ങൾ വാങ്ങിക്കാൻ പാവപ്പെട്ടവന് കഴിയാത്ത അവസ്ഥ, തൊഴിലില്ലായ്മ, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന അവസ്ഥ, പിന്നെ നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി ആളുകളെ കൊല്ലുക. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്ര നിലപാടൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ ലീഗിനെ പോലെ ഒരു മതേതരത്വ നിലപാടെടുക്കുന്ന ഒരു മുന്നണിയിലേക്ക് അവരെ പിന്തുണയ്ക്കാൻ മുന്നണിയിലേക്കല്ല, അവർ ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ പോലും പിന്തുണ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടർ പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ ആശയങ്ങളും നയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊന്നുമില്ല. കോൺഗ്രസിലെ യുവ നേതാക്കൾ തിളങ്ങി നിൽക്കുകയാണ് മണ്ഡലത്തിൽ. അവരാണ് പ്രചരണം ഒരു പരിധിവരെ കൊണ്ടുപോകുന്നതെന്ന് വേണം പറയാം. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ചില അപക്വമായ പെരുമാറ്റങ്ങൾ പല ഘട്ടത്തിലുണ്ടായില്ലേ? സ്വാഭാവികമായി ചെറുപ്പക്കാരാണ്, അവർ കുറേ കൂടി ഗൗരവമായി കാര്യങ്ങളെ വിലയിരുത്തുകയും കാണുകയും വേണം. എനിക്കും അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പം സൂക്ഷ്മത വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു ചെറിയ ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കാൻ അവർക്കും കഴിയണം, എല്ലാവർക്കും കഴിയണം.
ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആദ്യം പിണറായിസ്റ്റിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഈ മുന്നണിയിലേക്കുള്ളൊരു പ്രവേശനം അസാധ്യമാണ് എന്നൊരു ഘട്ടം വന്നപ്പോൾ അൻവർ പറഞ്ഞൊരു ഡയലോഗ് അത് സജീവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. സതീശനിസം എന്നൊരു പുതിയ പ്രയോഗം കൂടി അൻവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രീസം ഉണ്ടോ? അങ്ങനെ ഒരു രസമില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്, പരാജയപ്പെട്ടാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്, അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടോ? വ്യാഖ്യാനം ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉമ്മൻചാണ്ടി ഒരുമിച്ച് 10-18ഓളം തെരഞ്ഞെടുപ്പുകൾ നേതൃത്വം കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞങ്ങളതാരും പറയാറില്ല, എൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ. ഇപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല, അവരൊരു ആവേശം കൊണ്ടാണ്. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്ന വിജയമാണ്. അപ്പോൾ അതെല്ലാവർക്കും അതിന് അവകാശികളാണ്. അതുകൊണ്ട് ഈ നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഏറ്റവും ഒടുവിലായി ഈ എല്ലാം കഴിയുകയാണ്, ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നുണ്ടോ? വെറുതെ അത് ഞാൻ പറഞ്ഞ UDF നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. അല്ല, ഏകദേശം ഒരു നമ്പർ പറയാൻ കഴിയുന്നത്. അത് പറഞ്ഞ് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂർ നിലനിൽക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അത് വോട്ടാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു CPM BJP അന്തർധാര, ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? തീർച്ചയായിട്ടും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവർ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയാണ്. 2 സ്ഥാനാർത്ഥിയെ നിർത്താൻ സമ്മർദ്ദം വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്. എന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അതുതന്നെ ഇവർ തമ്മിലുള്ള ഒരു പാലമുണ്ട് എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ്. എന്തായാലും മുൻ പ്രതിപക്ഷ നേതാവ് വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. 25,000-ലധികം ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാഹചര്യമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞാനടങ്ങുന്ന പ്രവർത്തകർ, നേതാക്കന്മാർ ചേർന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാകും നിലമ്പൂരിൽ ഉണ്ടാകുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നത്. അമൽ തേനമ്പറമ്പൻ നമ്മോടൊപ്പം ഉണ്ട്. അമൽ, ഇപ്പൊ സാധാരണ രമേശ് ചെന്നിത്തലയ്ക്കൊന്ന് പൊതിഞ്ഞ് പറയാറാണ് പതിവ്, പക്ഷെ വളരെ ഷാർപ്പായി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും പല തെരഞ്ഞെടുപ്പുകളെ നയിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇത് എൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഞാനിനി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഒപ്പം ഈ യുവ നേതാക്കൾ പക്വത കാണിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ റിയൽ വേഴ്സസ് റിയൽ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന് പിന്തുണയുമായി ഒരു നിര നേതാക്കൾ, യുവ നേതാക്കൾ എത്തുന്നത് കണ്ടു. അപ്പോൾ സതീശനും ഷാഫിയും രാഹുലും ഒക്കെ അടങ്ങുന്ന ബ്രിഗേഡിനെ ഇനി ഇതുപോലെ പോകാൻ സമ്മതിക്കില്ല എന്നൊരു സമീപനത്തിലേക്ക് കോൺഗ്രസിലെ മറുവിഭാഗം എത്തുകയാണോ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാകുന്നുണ്ട്, ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമുക്കിത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിലെടുത്ത പല നിലപാടുകളുമുണ്ട്. ആ നിലപാടുകൾ ശരിയോ തെറ്റോ എന്നുള്ളത് 23-ാം തീയതി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒന്നാമത്തേത് അൻവറിന്റെ വിഷയത്തിലാണ്. അൻവറിന് മുന്നണിയിലേക്ക് വരണമെന്ന് നല്ല താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതിന് തടയിട്ടത് VD സതീശന്റെ നിലപാടാണ്. നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് UDF സ്ഥാനാർത്ഥിയെ പറ്റി PV അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് വന്നാൽ മാത്രം മുന്നണിയുമായി സഹകരിപ്പിക്കാം എന്നുള്ളതാണ്. അതും അസോസിയേറ്റഡ് ഘടകകക്ഷി പുതിയ വാക്കുകൂടി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം പക്ഷേ അൻവർ വന്നില്ല എന്ന് മാത്രമല്ല, അൻവർ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ വാക്ക് സതീശനിസം എന്നൊരു വാക്ക് കൂടി അൻവർ അവതരിപ്പിച്ചത്. അതിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് താൻ നടത്തുന്നത് എന്നുള്ള കാര്യം അൻവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അൻവറിന്റെ വരവ് തടഞ്ഞു. പക്ഷേ ആ വിഷയത്തിൽ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ, ലീഗ് അടക്കമുള്ളവർക്കും, K സുധാകരൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അൻവറിനെ കൂടി ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാം എന്നൊരു നിലപാടായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ വോട്ട് കുറച്ചെങ്കിലും ആണെങ്കിലും അത് കിട്ടിയാലും ഉപയോഗമാകും, അല്ലെങ്കിൽ അത് മെച്ചമുണ്ടാക്കും എന്നുള്ള വിലയിരുത്തലായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കും ലീഗുകാർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ VD സതീശൻ എടുത്ത കടുത്ത നിലപാട്, ആ നിലപാട് അംഗീകരിക്കേണ്ടി വന്നു ലീഗിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും. ആ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം 23-ന് വ്യക്തമാകും. എന്തായാലും പിന്നീട് അൻവർ നടത്തിയ പരാമർശങ്ങളൊക്കെ VD സതീശന്റെ നിലപാട് ശരിവെക്കുന്ന തരത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇടപെടലുകളൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. എങ്കിൽ കൂടി ആ വിഷയത്തിൽ VD സതീശൻ ഒറ്റയ്ക്ക്
തീരുമാനമെടുത്തു എന്നൊരു പൊതുഅഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ പറയുന്ന മറ്റ് ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിലടക്കം സ്വീകരിച്ച നിലപാട് അഭിലാഷ് ആദ്യം പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല അല്ലെങ്കിൽ സംവിധാനമല്ല ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെച്ചൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഭയങ്കര അബദ്ധമായി പോയി. കാരണം വെൽഫെയർ പാർട്ടിയുടെ 14,000 വോട്ട് ഈ മണ്ഡലത്തിലുണ്ട്. ആ വോട്ട് കേഡർ വോട്ടുകളാണ്. അത് ഉറപ്പായും UDF കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അതിനൊക്കപ്പുറത്തേക്ക് ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് വലിയ തോതിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് താഴെത്തട്ടിൽ ചർച്ചയായാൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തൽ UDF കേന്ദ്രങ്ങളിലുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത്. അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ എന്തായാലും ഈ അന്ന് സതീശൻ്റെ നീക്കം ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടി ഒപ്പം കൂട്ടാനുള്ള നീക്കം ശരിയായിരുന്നു. നിലമ്പൂരിലെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ ആ 4,000 വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ആ 4,000 വോട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ദുർവ്യാപക പ്രത്യാഘാതം എന്താണെന്ന് ഒരുപക്ഷെ ഇനിയും മനസ്സിലാക്കാറായിട്ടില്ല. ആ കാര്യം കൂടിയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാനില്ല എന്നൊരു കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. അവരുടെ പിന്തുണ കിട്ടി എന്നുള്ളത് കൊണ്ട് അവരുടെ നിലപാട് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പെട്ടി വിവാദം അടക്കമുള്ള വിഷയങ്ങൾ, അന്ന് രാഹുൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ച വിഷയത്തിൽ പല നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു. പരസ്യമായത് പലരും പറഞ്ഞില്ല എങ്കിൽ കൂടി കടുത്ത അതൃപ്തി ആ വിഷയത്തിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം അൻവറുമായുള്ള കൂടിക്കാഴ്ച അനാവശ്യമായിരുന്നു എന്നൊരു പൊതുവികാരം കോൺഗ്രസിലുണ്ട്. അതിന് രാത്രിയാണ് കൂടിക്കാഴ്ച നടത്താൻ പോയത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്താൻ പോയതിലൂടെ കോൺഗ്രസിന്റെ ദൗർബല്യമാണ് എന്നുള്ള തരത്തിലാണ് ആ കൂടിക്കാഴ്ച വിശേഷിപ്പിച്ചത്. വിജയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്നുള്ള വിമർശനം വന്നു. വി ഡി സതീശൻ തന്നെ ആ വിഷയത്തിൽ അതിരൂക്ഷമായി വളരെ വളരെ പ്രധാനപ്പെട്ട ചില ഉൾപിരിവുകൾ ഉണ്ടാവുകയാണ്. ദിവിഷേ ശ്രദ്ധിക്കണം, തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. അപ്പൊ 23-ലെ ഫലം വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് കാണാനിരിക്കുന്നത് എന്നുള്ള ഒരു സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാം. കെ മുരളീധരൻ കൂടി ഈ വിഷയത്തിൽ കാര്യമായ ചില പ്രതികരണങ്ങൾ നടത്താനുണ്ട്. കേൾക്കാം. സതീശനിസമൊന്നുമില്ല. അതിന് ഞങ്ങൾക്ക് ആർക്കും 10 വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിസാ പിണറായിസുണ്ട്. കാരണം അധികം 9 കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് എന്തിസാണ്? ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസവും ഇല്ല. അഭിലാഷിപ്പോൾ ഈ സതീശനിസം എന്നത് പിണറായിസത്തിനെതിരെ പോരാട്ടം തുടങ്ങിയ അൻവറാണ് സതീശനിസത്തിന് കുറച്ചുകൂടി മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത്. അതിനു മുൻപ് തന്നെ പലപ്പോഴും പല വിഷയങ്ങളിൽ കോൺഗ്രസിൽ സതീശന്റെ ഒരു ഇസം പ്രകടമാകൽ ഉണ്ടായിട്ടുമുണ്ട്. സതീശനിസം എന്നൊരു ഇസം ഇല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ സതീശനിസം എന്ന പദം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ ഏകാധിപത്യപരമായ നിലപാടുകൾ, സ്വന്തം സമീപനങ്ങൾ സ്വീകരിക്കുന്നു. കോൺഗ്രസിലും UDFിലും സാധാരണ നിലയ്ക്കുള്ള ഒരു ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് പോകുന്ന തുടങ്ങിയ കാര്യങ്ങളെയാണ് ഈ സതീശനിസം എന്ന ടെർമിനോളജി കൊണ്ട് ഉന്നയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാരണം ഉണ്ടായി വന്നിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ശരി, അമൽ തുടരുന്നുണ്ട്. അമലെ, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞാൽ 23-ന് റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ മുൻപ് തന്നെ സാധാരണ രീതിയിൽ രമേശ് ചെന്നിത്തല പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കാറ്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ആ കാര്യങ്ങളിലെ മൂർച്ച അത് അതുപോലെയുണ്ട്. വളരെ ഷാർപ്പായിട്ട് തന്നെ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 23-ന് ശേഷം ജയിച്ചാലും തോറ്റാലും ഏതും ആകാലോ. വലിയ ചർച്ചകൾ, വലിയ അഭിപ്രായ ഭിന്നതകളൊക്കെ കോൺഗ്രസിൽ നേതൃതലങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സൂചനയായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ കണക്കാക്കാം അല്ലേ? ദിവിഷേ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടുവരുന്ന, നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു താരതമ്യമുണ്ട്. റിയൽ സ്റ്റാർ, റിയൽ സ്റ്റാർ, റിയൽ വർക്കർ എന്ന് പറഞ്ഞൊരു പരാമർശമൊക്കെ നടത്തിയിരുന്നു. മറ്റു പല മാധ്യമങ്ങളും അത്തരം വിഷയങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ അത് വലിയൊരു ചർച്ചയായി തന്നെ നിലനിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ചില നേതാക്കൾ എല്ലാവരും ഈ മണ്ഡലത്തിൽ പണിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. താഴെത്തട്ടിൽ, കാരണം ഒരു ജീവമരണ പോരാട്ടമാണ്, അതിന് സാക്ഷികളുമാണ്. പക്ഷേ ചില ആളുകൾക്കെതിരെ വിമർശനം ഉയരുന്നു. പ്രത്യേകിച്ച് രാഹുലും ഫിറോസും ഒക്കെ ചെയ്തൊരു വീഡിയോ ഒക്കെ ഉണ്ട് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലെത്തി. അതിനുശേഷം ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നും അതിനെതിരെ വിമർശനം. പിന്നീട് ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയുള്ള പോരാട്ടമാണ് നമ്മൾ മറുഭാഗത്ത് കണ്ടത്. ചാണ്ടി, അതോടൊപ്പം തന്നെ ചാണ്ടി ഈ 3000 വീട് കയറി തീർത്ത സമയത്ത് വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ മനസ്സിലാകും. ടി സിദ്ദിഖുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ CR മഹേഷ് ഉണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, JS അഖിലുണ്ട്, അങ്ങനെ NS നസൂറുണ്ട്. അങ്ങനെ ഒരു വിഭാഗം യുവ നേതാക്കളെല്ലാം ചാണ്ടിയുടെ ഈ താഴെത്തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനത്തെ അതിനെ കൈയടിക്കുന്നു. എന്നാൽ താഴെത്തട്ടിലുള്ള കൈയടി കൊണ്ട് മാത്രം ഒരു തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് മാത്രം പോരാ, എല്ലാം വേണം. എന്നാൽ ഉപയോഗങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റൊരു പുതിയ ധ്രുവീകരണം ഉണ്ടാവുന്നുണ്ടോ അമൽ? ഇപ്പോൾ യുവ നേതാക്കളിൽ തന്നെ 2 പക്ഷം എന്നുള്ള നിലയിൽ ഇപ്പോൾ എ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു വിഭാഗം യുവ നേതാക്കളും എ ഗ്രൂപ്പിന് പുറത്തുണ്ടായിരുന്ന ഒരു വിഭാഗം യുവ നേതാക്കളും ചാണ്ടി ഉമ്മൻ 3000 വീട് കയറിയ ചാണ്ടി ഉമ്മനാണ് റിയൽ ഹീറോ, റീലിട്ട് നടക്കുന്ന ആളുകളല്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ചില
ഉള്ളടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. അല്ല അഭിലാഷ് അമലെ, ഈ നമ്മൾ കൊട്ടിക്കലാശത്തിന്റെ അന്ന് കണ്ടതാണ്, എടക്കര കേന്ദ്രീകരിച്ചാണ് ചാണ്ടിയുമ്മൻ. അദ്ദേഹം നിലമ്പൂരിലേക്കല്ല, എനിക്ക് എടക്കരയാണ് തന്നത്. അന്നത്തെ ദിവസം മുഴുവൻ സത്യത്തിൽ സമയം കൂടുതൽ സ്വന്തമാക്കിയതും ചാണ്ടിയുമ്മന്റെ പ്രകടനങ്ങളാണ്. അപ്പോൾ ആ വേർതിരിവ് അത് കാര്യമായി പാർട്ടി തലങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ അണികളിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണല്ലേ അമൽ? ചില ആളുകൾക്ക് അതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാവരും പണിയെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഡിവൈഎഫ്ഐക്കാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും യൂത്ത് ലീഗുകാരാണെങ്കിലും ഒക്കെ താഴെത്തിട്ട് ഇറങ്ങിയെടുത്ത പണി വളരെ കുറച്ച് AYFകാരും ASFകാരും ഒക്കെയാണ് ഈ മണ്ഡലത്തിലുള്ളത്. പക്ഷേ അവരൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ആരും ഒരു കുറവൊന്നും കാണിച്ചിട്ടുള്ളതായി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പോൾ ചാണ്ടി താഴെത്തിട്ടിലിറങ്ങി വീടൊക്കെ കയറി പ്രചരണം നടത്തി സജീവമായി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ പേര് പറയാതെ പോകുന്ന ഒരുപാട് MLAമാരും MP ഒക്കെ താഴെത്തട്ടിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. എം.എൻ. സിനെ പോലുള്ള ആളുകളെയൊക്കെ ഞാൻ മുണ്ടേരിയിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ അവശനാണ്, ക്ഷീണിതനാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ സജീവ ചർച്ചയിലേക്ക് ആ പേരുകളൊന്നും വരുന്നില്ല. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ആണെങ്കിലും എവിടെ ചെന്നിറങ്ങിയാലും 10 ആളുകളെ കൂട്ടാൻ പരുവത്തിലുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന ഒരു സ്റ്റാർ ഇമേജ് പരമാവധി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷം ഇങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. അത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കാണുമ്പോൾ പലർക്കും പിന്തുണ പ്രഖ്യാപിച്ച് പല ആളുകളും രംഗത്തെത്തുന്നത് കാണുമ്പോൾ നമുക്കത് വ്യക്തമാണ് ആ കാര്യം. എന്തായാലും അത് ഒരു വഴിക്ക് പോകുന്നു. ഈ പറയുന്ന രാഹുലിനെതിരെയും ഷാഫിക്കുമെതിരെയുള്ള വിമർശനമൊക്കെ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ് കുറെ കാലമായി ഉണ്ടാകുന്നതാണ്. അത് ഒരു വട്ടം കൂടി രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത് മാത്രമല്ല ഒരു പൊതുവികാരം ഈ രാഹുലിന്റെ അന്നത്തെ ഉദ്യോഗസ്ഥനോടുള്ള സംസാരത്തിലും അതോടൊപ്പം തന്നെ പിന്നീട് അതിനു മുമ്പ് അൻവറുമായുള്ള കൂടിക്കാഴ്ച വിഷയത്തിലും എല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു പക്ഷേ 1-2 പഞ്ചായത്തിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് പുറകെ പോയാൽ പോലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. 15,000 അടുത്തേക്കുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കും. 12-നും കോൺഗ്രസ് ക്യാമ്പിലെ ചർച്ച. ചില കോൺഗ്രസ് നേതാക്കൾ 20,000 മുകളിൽ എന്നും പറയുന്നുണ്ട്. എന്തായാലും റിസൾട്ട് വരട്ടെ, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്, അവലോകനത്തിൽ നിൽക്കില്ല.